മോർഫോളജിയിൽ നെക്സ്റ്റ് പറയുന്നത് സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. സബേരിയൽ സ്റ്റെംസ് എന്ന് പറഞ്ഞാൽ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആയിരിക്കും. സ്റ്റെംസ് സീൻ പാർഷ്യലി എബോവ് ആൻഡ് പാർഷ്യലി ബിലോ ദി സോയിൽ സർഫസ്. സ്റ്റെംസ് സീൻ പാർഷ്യലി എബോവ് ആൻഡ് പാർഷ്യലി ബിലോ ദി സോയിൽ സർഫസ് ഈസ് കാൾഡ് സബേരിയൽ സ്റ്റെം. മറ്റൊന്ന് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, പിന്നുള്ളത് ഏരിയൽ സ്റ്റെംസ്. ഇത്രയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സിൽ അവരുടെ പെരണേഷൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. സബേരിയൽ സ്റ്റെമ്മിൽ ചില മോഡിഫിക്കേഷൻസ് കാണാം. ആ മോഡിഫിക്കേഷൻസ് ആണ് പറയുന്നത്. സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആർ ഓഫ് 4 types. ദേ ആർ റണ്ണർ, ഓഫ്സെറ്റ്, സ്റ്റോളൻ ആൻഡ് സക്കർ. നോക്കുക, റണ്ണർ, ഓഫ്സെറ്റ്, സ്റ്റോളൻ ആൻഡ് സക്കർ. ദീസ് ആർ ദി 4 types of സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ്. ഫസ്റ്റ് വൺ റണ്ണർ. നോക്കുക, റണ്ണേഴ്സ് ആർ horizontally growing. Runners are horizontally growing, green and slender subaerial stems. Okay, അതായത് സോയിൽ സർഫസിലൂടെ ഹൊറിസോണ്ടലായിട്ടാണ് അവർ വളരുക. അപ്പോൾ ഇതിൽ നിന്ന് മുകളിലേക്ക് ഏരിയൽ ലീവ്സ് കാണാം അവിടെ. അപ്പോൾ ഇത് സബേരിയൽ സ്റ്റെംസ് ആണ്. മുകളിലേക്കും താഴേക്കൊക്കെ ഏരിയൽ ലീവ്സ് കാണാം. പിന്നെ സ്റ്റെമ്മിൽ നിന്ന് താഴേക്ക് റൂട്ട്സും കാണാം. സ്റ്റെമ്മിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ദേ ആർ കാൾഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ്. അപ്പോൾ ദേ പ്രൊഡ്യൂസ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ബിലോ ആൻഡ് ലീവ്സ് എബവ്. അപ്പോൾ ദേ ആർ ഹൊറിസോണ്ടലി ഗ്രോയിങ് ഓൺ ദി സർഫസ് ഓഫ് സോയിൽ. ദേ ആർ ഗ്രീൻ, സ്ലെൻഡർ ആൻഡ് പ്രൊഡ്യൂസ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ആൻഡ് ഏരിയൽ ലീവ്സ്. ദി സ്ട്രക്ചർ ഈസ് കാൾഡ് റണ്ണർ. ഫോർ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഓക്സാലിസ്. ഓക്സാലിസ് മീൻസ് പുളിയാർല എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മിൻറ്റ്, പുതിന, പിന്നെ ഗ്രാസസ്, ക്രീപ്പിംഗ് ഗ്രാസസ്. അല്ല, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഗ്രാസ് ഉണ്ട്. ഇത് ക്രീപ്പിംഗ് ഗ്രാസസ് എല്ലാം റണ്ണേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ റണ്ണേഴ്സ് ആർ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ഫോർ ഗ്രോയിങ് ഓൺ ദി സോയിൽ സർഫസ്. ദേ ആർ ഹൊറിസോണ്ടലി ഗ്രോയിങ്, ഗ്രീൻ, സ്ലെൻഡർ ആൻഡ് പ്രൊഡ്യൂസസ് ഏരിയൽ ലീവ്സ് ആൻഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ബിലോ ദി സ്റ്റെം. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് വൺ, റണ്ണർ. സെക്കൻഡ് വൺ, ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സിലാണ് കാണുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുക. അത്തരം പ്ലാന്റ്സിൽ ഉള്ളതാണ് ഇത് ഓഫ്സെറ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പിസ്റ്റിയ. പിസ്റ്റിയ മീൻസ് മുട്ടപ്പായൽ, ഐക്കോർണിയ ഓർ വാട്ടർ ഹയാസിന്ത്, കുളവാഴ എന്ന പ്ലാന്റ്. ഈ 2 പ്ലാന്റും വെള്ളത്തിൽ സോയിൽ സർഫസിൽ കിടക്കുന്നവയാണ്. കാരണം എന്താണ്, എയർ ആൻഡ് കൈമ ധാരാളമായിട്ടുള്ളതുകൊണ്ട് സോയിൽ സർഫസ്, വാട്ടർ സർഫസിൽ ഉയർന്നു കിടക്കുന്നവയാണ്. അപ്പോൾ അത്തരം പ്ലാന്റ്സിലൊക്കെ, പിസ്റ്റിയിലൊക്കെ ആണെങ്കിൽ റോസറ്റ് ലൈക്ക് ലീവ്സ് ആണുള്ളത്. റോസറ്റ് ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ആണുള്ളത്. ധാരാളം ലീവ്സ് ഇങ്ങനെ ബഞ്ച് ഓഫ് ലീവ്സ് ആർ അറേഞ്ച്ഡ്. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ റൂട്ട്സ് ആണ് അതിന് താഴെ വരിക. ഇതിൽ നിന്ന് ഒരു സബേരിയൽ സ്റ്റെം ഇങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ വാട്ടർ ബോഡി കംപ്ലീറ്റ് ഈ ഇത്തരം ചെടികൾ ഇങ്ങനെ നിറയും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഈ ഹൊറിസോണ്ടലി ഗ്രോയിങ് ഓൺ സോയിൽ അല്ല, ഹൊറിസോണ്ടലി ഗ്രോയിങ് ഓൺ ദി വാട്ടർ സർഫസ്. ദിസ് ഈസ് കാൾഡ് ഓഫ്സെറ്റ്. റണ്ണർ സോയിലാണെങ്കിൽ ഓഫ്സെറ്റ് വെള്ളത്തിലാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 2 എക്സാമ്പിൾസ് ഓഫ്സെറ്റ്. എക്സാമ്പിൾസ് പിസ്റ്റിയ ആൻഡ് ഐക്കോർണിയ, മുട്ടപ്പായലും കുളവാഴയാണ് എക്സാമ്പിൾ. അപ്പോൾ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സിൽ കാണുന്ന സബേരിയൽ സ്റ്റെംസ് ആണ് ഏതൊക്കെ, ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. വീണ്ടും ധാരാളമായിട്ട് ഇതുപോലെ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, 2 എക്സാമ്പിൾസ്. തേർഡ് വൺ, സ്റ്റോളൻ. സ്റ്റോളൻ എക്സാമ്പിൾ ജാസ്മിൻ ആണ്. ജാസ്മിൻ്റെ പ്രത്യേകത, അത് ഒരു വീക്ക് സ്റ്റെംഡ് പ്ലാന്റ് ആണ്. ടെൻഡ്രിൽസോ ഒന്നും തന്നെ ഇല്ല. ടെൻഡ്രിൽസ് മീൻസ് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, കോയിൽഡ് സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. സ്റ്റെം തന്നെയാണ് സപ്പോർട്ടിൽ ചുറ്റി കയറുക. അല്പം വളർന്നു കഴിഞ്ഞാൽ അത് സോയിൽ സർഫസിൽ ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് പുതിയ റൂട്ട്സ് വന്ന് വീണ്ടും അത് ഏരിയയിൽ മുകളിലേക്ക് വളരും. അപ്പോൾ അങ്ങനെ സോയിലുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ആ പോർഷനെയാണ് സ്റ്റോളൻ എന്ന് പറയുക. അപ്പോൾ ജാസ്മിൻ ആണ് അവിടെ എക്സാമ്പിൾ. അപ്പോൾ സ്റ്റോളൻസ് ആർ സീൻ ഇൻ ജാസ്മിൻ. അതും തന്നെ സോയിൽ സർഫസിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് റൂട്ട്സ് വന്നിട്ട് വീണ്ടും ബെൻഡ് ചെയ്ത് ഏരിയയിൽ മുകളിലേക്ക് വളരാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനാണ് സ്റ്റോളൻ എന്ന് പറയുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് സക്കർ. സക്കറിന് എക്സാമ്പിൾ ക്രൈസാന്തമം. ക്രൈസാന്തമം ഓർ മാരിഗോൾഡ് ഓർ ജമന്തിയ. അതും ഇറക്റ്റ് സ്റ്റെംഡ് ഒരു പ്ലാന്റ് ആണ്, പക്ഷേ അത് സോഫ്റ്റ് സ്റ്റെംഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്, ഒരു ഹെർബാണ്. അപ്പോൾ അതും മഴയത്തൊക്കെ ചരിഞ്ഞ് സോയിൽ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഏരിയയിൽ മുകളിലേക്ക് വളരാറുണ്ട്. അപ്പോൾ സോയിൽ ടച്ച് ചെയ്യുന്ന ആ പോർഷനിൽ നിന്ന് റൂട്ട്സ് വരും. അപ്പോൾ ഒരു അഡീഷണൽ സപ്പോർട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനാണ് ഇവിടുത്തെ സബേരിയൽ സ്റ്റെം എന്ന് പറയുക. അപ്പോൾ 4 എക്സാമ്പിൾസ് ഇതെല്ലാം ഗ്രോത്തിന് സഹായിക്കുന്ന modifications ആണ്. അപ്പോൾ സബേരിയൽ സ്റ്റെം modifications are of 4 types: runner, offset, stolen and sucker.
ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ഓർക്കുക. റണ്ണറിന് എക്സാമ്പിൾസ് ഓക്സാലിസ്, മിൻറ്റ്, ഗ്രാസ്, ഇതൊക്കെ എക്സാമ്പിൾ. സ്ട്രോബെറിയൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓഫ്സറിന് എക്സാമ്പിൾ പിസ്റ്റിയ ആൻഡ് ഐക്കോർണ, അതൊരു വാട്ടർ പ്ലാന്റ്സിലാണ് കാണുക, ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സിൽ കാണുന്നതാണ്. ദെൻ സ്റ്റോളൻ എക്സാമ്പിൾ ജാസ്മിൻ, ക്രൈസാന്തമം ആണ് സക്കറിന് എക്സാമ്പിൾസ്. ഇത് 4 സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്, ഗ്രോത്തിന് സഹായിക്കുന്നവയാണ് ഇതെല്ലാം തന്നെ. നെക്സ്റ്റ് വൺ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഏരിയൽ സ്റ്റെം ആണ്. ഏരിയൽ സ്റ്റെം ആണ് ശരിക്കും നമ്മുടെ സ്റ്റെം എന്ന് പറയുന്നത്. സീൻ കംപ്ലീറ്റ്ലി എബോവ് ദ സോയിൽ ഈസ് കാൾഡ് ഏരിയൽ സ്റ്റെം. ഏരിയൽ സ്റ്റെംഡ് പ്ലാന്റ്സ് ആർ ഓഫ് 2 types, erect stemmed plants and weak stemmed plants. സ്റ്റാൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സും കാണാം, വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് കാണാം. ഈ ഇറക്റ്റ് സ്റ്റെംഡ് പ്ലാന്റ്സ് തന്നെ 2 തരത്തിൽ വരാം, ബ്രാഞ്ച്ഡും അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കാണാം. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് അതുപോലെ 2 types ഉണ്ട്, ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ്. ഇവിടെ കുക്കുർ ബിറ്റ്സ്, വാട്ടർമെലൺ ഇതൊക്കെ ആണെങ്കിൽ ക്രീപ്പേഴ്സ് ആണ്. എന്നാൽ ബിറ്റർ ഗോഡ്, സ്നേക്ക് ഗോഡ് തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം ക്ലൈംബേഴ്സ് ആണ്. മറ്റ് സപ്പോർട്ട് പ്ലാന്റ്സിലൊക്കെ ചുറ്റി കയറുന്നവയാണ്. അപ്പോൾ അത്തരം പ്ലാന്റ്സിൽ കാണുന്ന ചില മോഡിഫിക്കേഷൻസ് ഒക്കെയാണ് പറയുന്നത് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ ഏരിയൽ സ്റ്റെംസ് സീൻ കംപ്ലീറ്റ്ലി എബോവ് ദ സോയിൽ സർഫസ്. ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആർ ഓഫ് 3 types, ടെൻഡ്രിൽസ്, തോൺസ് ആൻഡ് ഫില്ലോക്ലാഡ്. ഫസ്റ്റ് നോക്കുക, ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ക്ലൈംബിംഗ് പ്ലാന്റ്സിലാണ് കാണുക. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സിൽ തന്നെ ക്ലൈംബേഴ്സിലാണ് കാണുക. ക്ലൈംബേഴ്സിൽ കാണുന്ന ബഡ്സ് ആണ് ഇവിടെ ടെൻഡ്രിൽസ് ആയിട്ട് മാറുക. ബഡ്സ് ആർ ഓഫ് 2 types നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്സിലറി ബഡ് ആൻഡ് എപ്പിക്കൽ ബഡ്. ആക്സിലറി ബഡ് ഈസ് ആൾസോ കാൾഡ് ടെർമിനൽ ബഡ്. അപ്പോൾ ആക്സിലറി ബഡോ എപ്പിക്കൽ ബഡോ മോഡിഫൈ ചെയ്താണ് ടെൻഡ്രിൽസ് ആയിട്ട് മാറുക. ആക്സിലറി ബഡ്സ് നമ്മൾ പഠിച്ചു, ഇത് ലീവ്സ് ആണ്. ലീഫ് വരുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ലീഫ് ആൻഡ് സ്റ്റെം, ദാറ്റ് ഈസ് കാൾഡ് ആക്സിൽ. ആക്സിലിൽ കാണുന്ന ബഡിനെയാണ് ആക്സിലറി ബഡ് എന്ന് പറയുന്നത്. ഈ ആക്സിലറി ബഡ് ഇങ്ങനെ ഗ്രീൻ കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറാം. ദീസ് കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് ടെൻഡ്രിൽസ്. അപ്പോൾ ഇവിടെ ആക്സിലറി ബഡാണ് ടെൻഡ്രിൽസ് ആയിട്ട് മാറിയത്. എന്നാൽ ചില പ്ലാന്റ്സിലൊക്കെ സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ വരുന്ന എപ്പിക്കൽ ബഡ് ടെൻഡ്രിലായിട്ട് മാറാം. അപ്പോൾ ഇങ്ങനെ ടെൻഡ്രിൽസ് ആയിട്ട് മാറുന്നു. ഈ ടെൻഡ്രിൽസ് ആണ് സപ്പോർട്ട് പ്ലാന്റ്സിൽ പറ്റിപ്പിടിച്ച് കയറാൻ, ക്ലൈംബ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ടുള്ള നേട്ടം ഈ പ്ലാന്റ്സിന് കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നു. ഓക്കെ, ടെൻഡ്രിൽസ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു എക്സ്പോസ് ടു സൺലൈറ്റ്. അപ്പോൾ ടെൻഡ്രിൽസ് ആർ ഗ്രീൻ കോയിൽഡ് സ്ട്രക്ചേഴ്സ്, കോയിൽഡ് വയറി സ്ട്രക്ചേഴ്സ് മെന്റ് ഫോർ സപ്പോർട്ട്. അപ്പോൾ ക്ലൈംബിംഗ് ഓൺ സപ്പോർട്ട്, ദാറ്റ് ഇസ് കാൾഡ് ടെൻഡ്രിൽ. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബിറ്റർ ഗോഡ്, പാവൽ, സ്നേക്ക് ഗോഡ് പടവലം, വൈറ്റിസ് വിനിഫറ മീൻസ് ഗ്രേപ്സ് ആണ്. പിന്നെ വാട്ടർമെലൺ, ഇതൊക്കെ എന്താണ് ടെൻഡ്രിൽസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ടെൻഡ്രിൽസ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു ക്ലൈംബ് ഓൺ എ സപ്പോർട്ട്. ദീസ് കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് ടെൻഡ്രിൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ തോൺസ് ആണ്. തോൺസ് എന്ന് പറഞ്ഞാലും ആക്സിലറി ബഡ്സ് ആണ് തോൺസ് ആയിട്ട് മാറുക. പ്ലാന്റ്സിലൊക്കെ ഇവിടെ ലീവ്സ് വരുന്നുണ്ട്, ലീവ്സ് വരുന്ന ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് ആക്സിൽ. ഇവിടെ ആക്സിലിൽ ഉള്ള ആക്സിലറി ബഡാണ് ഹാർഡ് സ്ട്രൈറ്റ് പോയിന്റഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറാം. അപ്പോൾ തോൺസ് ആർ ഹാർഡ് സ്ട്രൈറ്റ് പോയിന്റഡ് സ്ട്രക്ചേഴ്സ്. എന്നാൽ എല്ലാ പ്ലാന്റ്സിലും സ്ട്രൈറ്റ് പോയിന്റഡ് ആവണമെന്നില്ല, ചിലതിലൊക്കെ കർവ്ഡ് ആയിട്ട് വരാറുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഹുക്ക് ലൈക്ക് ആയിട്ടുള്ള ചില തോൺസും കാണും. ബൊഗൈൻ വില്ല, കടലാസ് ചെടിയൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അത് സപ്പോർട്ടിൽ ചുറ്റിക്കയറാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ തോൺസ് ഡിഫെൻസിന് സഹായിക്കുന്നുണ്ട്. ബ്രൗസിങ് അനിമൽസ്, ഹെർബിയോർസ് ആയിട്ടുള്ള അനിമൽസിൽ നിന്ന് പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് തോൺസ്. അപ്പോൾ ഡിഫെൻസിന് സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് ക്ലൈംബിംഗ് ഓൺ സപ്പോർട്ട്. രണ്ടും സഹായിക്കുന്ന ഹാർഡ് സ്ട്രൈറ്റ് പോയിന്റഡ് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് തോൺസ്. എക്സാമ്പിൾ സിട്രസ് ആണ്, നമ്മുടെ ലെമൺ. നാരകത്തിലൊക്കെ ഈ ഹാർഡ് സ്ട്രൈറ്റ് പോയിന്റഡ് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഡിഫെൻസ് നൽകുന്നുണ്ട്, അതോടൊപ്പം സപ്പോർട്ടിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് തോൺസ്. ഈ തോൺസ് എല്ലാം തന്നെ മോഡിഫിക്കേഷൻസ് ഓഫ് ആക്സിലറി ബഡാണ്. ആക്സിലറി ബഡാണ് മോഡിഫൈ ചെയ്ത് തോൺസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, 2 types ഓഫ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആയി. തേർഡ് വൺ ഫില്ലോക്ലാഡ്. ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീറോഫിറ്റിക് അഡാപ്റ്റേഷൻ. Xerophyte means plants growing on desert. Xeric means dry conditions. Water availability കുറഞ്ഞ ഡ്രൈ കണ്ടീഷൻസിലൊക്കെ വളരുന്ന സ്ട്രക്ചേഴ്സ് ആണ്, പ്ലാന്റ്സ് ആണ് സീറോഫൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ സീറോഫൈറ്റ്സിൽ കാണുന്ന ഒരു സീറോഫിറ്റിക് അഡാപ്റ്റേഷനാണ് ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത്. ഫില്ലോക്ലാഡിന് എക്സാമ്പിൾ യൂഫോർബിയ, ഓപ്പൻഷ്യ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. യൂഫോർബിയ, ഓപ്പൻഷ്യ തുടങ്ങിയ സീറോഫൈറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതിലെല്ലാത്തിനും ഫില്ലോക്ലാഡ് എന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടാകാം. നമുക്കറിയാം ഡെസേർട്ടിൽ വാട്ടർ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ ഉള്ള വെള്ളം ട്രാൻസ്പിറേഷനിലൂടെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം.
ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ലീവ്സിലെ സ്റ്റൊമാറ്റയിലൂടെയാണ്. അപ്പോൾ വാട്ടർ ലോസ് കുറയ്ക്കുന്നതിന്, ട്രാൻസ്പിറേഷനിലൂടെയുള്ള വാട്ടർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്ലാന്റ്സിൽ ലീവ്സ് എല്ലാം മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. സ്റ്റൊമാറ്റയിലൂടെ നടക്കുന്ന ട്രാൻസ്പിറേഷൻ ഇവിടെ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. ദീസ് സ്പൈൻസ് ഹെൽപ്പ് ദം ഇൻ ഡിഫെൻസ്. അപ്പോൾ ഡിഫെൻസിനെ ഈ സ്പൈൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ലീവ്സ് മോഡിഫൈ ചെയ്ത് സ്പൈൻസ് ആയതുകൊണ്ട് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറയുന്നുണ്ട്. പക്ഷേ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലീഫ് വേണം. അപ്പോൾ സ്റ്റെം ആണ് എന്തായിട്ട് മാറുന്നത്? ഈ ഫ്ലാറ്റ് ഗ്രീൻ സ്ട്രക്ചറായിട്ട് മാറുക. ഈ ഫ്ലാറ്റ് ഗ്രീൻ സ്ട്രക്ചറിനെയാണ് ഫില്ലോക്ലാറ്റ് എന്ന് പറയുക. Flat green or cylindrical structures are called phylloclad. It is a xerophytic adaptation. ഇതിന് ഷൈനി ഗ്രീൻ കളറാണുള്ള. മീൻസ് ഇറ്റ് ഈസ് കവേർഡ് ബൈ എ വാക്സ് കാൾഡ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ സൺലൈറ്റിൻ്റെ പെനിട്രേഷൻ കുറയുന്നു. അതുവഴി റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സീറോഫിറ്റിക് അഡാപ്റ്റേഷനാണ് ഫില്ലോക്ലാറ്റ് എന്ന് പറയുന്നത്. അത് ഗ്രീൻ ഫ്ലാറ്റ് ഓർ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. Leaves are modified into spines, thereby reduces the rate of transpiration. Then photosynthesis സഹായിക്കുന്നത് ഈ ഗ്രീൻ ഫ്ലാറ്റ് സ്ട്രക്ചറാണ്. അതിൽ ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നുണ്ട്. വീണ്ടും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറവായിരിക്കും. അപ്പോൾ ഇത് മൂന്നെണ്ണം ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. ടെൻഡ്രിൽസ്, തോൺസ് ആൻഡ് ഫില്ലോക്ലറ്റ്സ് ആണ്. ഓക്കെ, ഫോക്കസ് ഏരിയയിലെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ലീഫാണ്. ലീഫ് ഈസ് ദി green flattened lateral outgrowth. Leaf is the green flattened lateral outgrowth. നമുക്കറിയാം സ്റ്റെംസ് ആർ സ്റ്റേ വെർട്ടിക്കൽ. സ്റ്റെമ്മിൽ നിന്ന് ലാറ്ററൽ സൈഡിലേക്ക് ആണ് ലീവ്സ് കാണുക. കാരണം സൺലൈറ്റ് മാക്സിമം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ലീവ്സ് ലാറ്ററൽ ഔട്ട്ഗ്രോത്ത് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഗ്രീൻ ഫ്ലാറ്റൻഡ് ലാറ്ററൽ ഔട്ട്ഗ്രോത്ത് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ നോട്ട് ഓൺ ദ സ്റ്റെം ഈസ് കോൾഡ് ലീഫ്. ലീഫ് ഈസ് ദി ഗ്രീൻ flattened lateral outgrowth produced from the node on the stem. Leaves in the normal functions നമുക്കറിയാം. Leaves help in photosynthesis, respiration and transpiration. Leaves നമ്മുടെ ഷൂട്ട് സിസ്റ്റത്തിലാണ് കാണുക. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ. എന്നാൽ ലീഫിൽ മോഡിഫിക്കേഷൻസും വരാം. ഈ 3 ഫംഗ്ഷൻസിന് പുറമെ അഡീഷണൽ ഫംഗ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ, ഫുഡ് സ്റ്റോറേജ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പറയാം? ലീഫ് മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ ലീഫ് നോക്കുക. ലീഫ് ഈസ് ദി ഗ്രീൻ ഫ്ലാറ്റൻഡ് ലാറ്ററൽ ഔട്ട്ഗ്രോത്ത് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ നോട്ട് ഓൺ ദി സ്റ്റെം. നമ്മൾ പറഞ്ഞു എത്ര ലീവ്സ് കാണുന്നുണ്ടോ അത്രയും തന്നെ നോട്ട്സ് സ്റ്റെമ്മിലുണ്ടാകാം. ദേ ആർ കോൾഡ് നോഡ് ആൻഡ് ഇന്റർനോഡ്. സ്റ്റെമ്മിൻ്റെ പാർട്ടാണ് നോഡ് ആൻഡ് ഇന്റർനോഡ്. ഇവിടെ ഈ ലീഫിൽ നോക്കുക. ലീഫ് സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പോയിന്റാണ് നോഡ് എന്ന് പറയുക. നെക്സ്റ്റ് അടുത്ത ലീഫ് വരുമ്പോൾ അവിടെ അടുത്ത നോഡ് ഉണ്ടാകാം. അപ്പോൾ 2 നോഡുകൾക്കിടയിൽ വരുന്ന ആ സ്റ്റെമ്മിനെയാണ് ഇന്റർനോഡ് എന്ന് പറയുക. പാർട്ട് ഓഫ് ദ സ്റ്റെം ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് നോഡ് ഈസ് കാൾഡ് ഇന്റർനോഡ്. അപ്പോൾ നോഡ് ഈസ് ദി പോയിന്റ് ഓൺ ദ സ്റ്റെം ഫ്രം വെയർ ലീഫ് എറൈസ്. അത് സ്റ്റെമ്മിൻ്റെ ഭാഗമാണെങ്കിലും ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ ആയതുകൊണ്ട് അതിന് കൂടെ പറയുന്നു. ഇന്റർനോഡ് ഈസ് ദി പാർട്ട് ഓഫ് ദ സ്റ്റെം ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് നോട്ട്സ്. അടുത്തടുത്ത 2 നോട്ട്സിനിടയിൽ വരുന്ന സ്റ്റെമ്മിൻ്റെ പാർട്ടിനെയാണ് എന്ന് പറയുക ഇന്റർനോഡ് എന്ന് പറയാം. നമുക്ക് ലീവ്സിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കോട്ടിലൻസ് 2 ടൈപ്സ് ഉണ്ട്. അതാണ് ഡൈക്കോട്ട്സ് ആൻഡ് മോണോകോട്ട്സ്. ഡൈക്കോട്ട് ലീഫ് ഈസ് കോമൺലി നോൺ ആസ് ഡോട്ട്സി വെൻട്രൽ ലീഫ്. അതിനൊരു അപ്പർ സൈഡും ഒരു ലോവർ സൈഡും കാണും. അതാണ് ഡോർസൽ സൈഡ് ആൻഡ് വെൻട്രൽ സൈഡ്. അതാണ് ഡോട്ട്സി വെൻട്രൽ ലീഫ് എന്ന് പറയും. അല്ലെങ്കിൽ പറയാം അബാക്സിൽ സർഫസ് ആൻഡ് അഡാക്സിൽ സർഫസ് എന്ന് പറയാം. അപ്പോൾ ദറ്റ് ഈസ് കോൾഡ് ഡോട്ട്സി വെൻട്രൽ ലീഫ്. നമുക്കറിയാം ലാറ്ററൽ ഔട്ട്ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഈ അപ്പർ സൈഡിൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് പതിക്കുന്നു. അവിടെ ക്ലോറോഫിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അനാറ്റമി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പാരസൈറ്റ് ടിഷ്യൂസ് ആണുള്ളത്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും കൂടുതലായിരിക്കും. അപ്പോൾ ഡൈക്കോട്ട് ലീഫ് ഈസ് കാൾഡ് ഡോട്ട്സി വെൻട്രൽ ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ് ഈസ് കാൾഡ് ഐസോ ബൈലാറ്ററൽ ലീഫ്. ഐസോ മീൻസ് സിമിലർ, ബൈ 2 അല്ലേ, 2 സൈഡ് സർഫസും സിമിലർ ആയിട്ടുള്ള ലീവ്സ് ആണ് മോണോകോട്ട് ലീഫിൽ കാണുക. ദറ്റ് ഈസ് കാൾഡ് ഐസോ ബൈലാറ്ററൽ ലീഫ്. ഡൈക്കോട്ട് ലീവ്സ് ആർ കാൾഡ് ഡോട്ട്സി വെൻട്രൽ ലീഫ് ആൻഡ് മോണോകോട്ട് ലീവ്സ് ആർ കാൾഡ് ഐസോ ബൈലാറ്ററൽ ലീവ്സ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഡൈക്കോട്ട് ലീഫിൻ്റെ ഡോട്ട്സി വെൻട്രൽ ലീഫിൻ്റെ സ്ട്രക്ചറാണ്. ഒരു ഡൈക്കോട്ട് ലീഫിന് മെയിൻലി 3 പാർട്സ് ആണുള്ളത്. ആ 3 പാർട്സ് ആണ് ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന. അപ്പോൾ ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന. നമുക്ക് സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന നോഡിലാണ് ലീഫ്.
ആ ലീഫിൻ്റെ നോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ബേസൽ പോർഷനെയാണ് എന്ത് പറയുക, ലീഫ് ബേസ് എന്ന് പറയുക. അപ്പോൾ ലീഫ് ബേസ് ഈസ് ദി ബേസൽ പാർട്ട് ഓഫ് ദി ലീഫ് ദാറ്റ് കണക്ട് വിത്ത് ദി നോഡ്. നോഡുമായി കണക്ട് ചെയ്യുന്ന ലീഫിൻ്റെ ബേസൽ പാർട്ടിനെയാണ് ലീഫ് ബേസ് എന്ന് പറയും. ചില പ്ലാന്റ്സിലൊക്കെ ഈ ലീഫ് ബേസ് സ്വെല്ല് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അതായത് സ്റ്റെമ്മിനോട് വരുമ്പോൾ ഈ ലീഫ് ബേസ് അല്പം വീർത്ത് കാണാം. ലീഫ് ബേസ് ഈസ് സ്വളൻ ഇൻ സം പ്ലാന്റ്സ്. ദിസ് സ്വളൻ പാർട്ട് ഈസ് കാൾഡ് പൾവൈനസ്. അപ്പോൾ വാട്ട് ഈസ് പൾവൈനസ്? സ്വളൻ ലീഫ് ബേസ് ഈസ് കാൾഡ് പൾവൈനസ്. ഈ പൾവൈനസിനുള്ളിൽ ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് അത്തരം പ്ലാന്റ്സിനെയൊക്കെ, പൾവൈനസ് ഉള്ള പ്ലാന്റ്സിനെയൊക്കെ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നു. സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സ് മീൻസ് വൈകുന്നേരം ഇലകൾ അടയുക, രാവിലെ നിവർന്നു വരുന്ന ആ മൂവ്മെൻറ്റാണ് സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അത്തരം സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്ന ചില കെമിക്കൽസ് ഇവിടെ കാണാം. അപ്പോൾ ആ കെമിക്കൽസ് കാണുന്നത് സ്വളൻ പാർട്ടിലാണ്. അപ്പോൾ സ്വളൻ ലീഫ് ബേസ് ഈസ് കാൾഡ് പൾവൈനസ്. എ ലീഫ് വിത്ത് പൾവൈനസ് ഈസ് കാൾഡ് പൾവൈനേറ്റ് ലീഫ്. എ ലീഫ് വിത്ത് പൾവൈനസ് ഈസ് കാൾഡ് പൾവൈനേറ്റ് ലീഫ്. ഓക്കെ, അപ്പോൾ ബേസൽ പാർട്ട് ഈസ് കാൾഡ് ലീഫ് ബേസ്. ഇത് നമുക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ നോഡ് എന്ന് പറഞ്ഞു, നോഡിലാണ് ലീഫ് വരിക. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് സ്റ്റെമ്മിന് ലീഫിനും ഇടയ്ക്ക്. അതെന്താണ്? ആക്സിലാണ്. ആക്സിൽ കാണുന്ന ദിസ് ബഡ് ഈസ് കാൾഡ് ആക്സിലറി ബഡ്. അതുപോലെ ഈ ലീഫ് ബേസിൽ തന്നെ മറ്റൊരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ അവിടെ കാണാം. ദിസ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ഈസ് കാൾഡ് സ്റ്റിപ്യൂൾ. അപ്പോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചർ സീൻ അറ്റ് ദി ബേസ് ഓഫ് ദി ലീഫ് ഈസ് കാൾഡ് സ്റ്റിപ്യൂൾ. എല്ലാ ലീവ്സിലും അത് കാണണമെന്നില്ല. ലീഫ് വിത്ത് സ്റ്റിപ്യൂൾ ഈസ് കാൾഡ് സ്റ്റിപ്പുലേറ്റ് ലീഫ് ആൻഡ് വിത്തൗട്ട് സ്റ്റിപ്യൂൾ ഈസ് കാൾഡ് എക്സ് സ്റ്റിപ്പുലേറ്റ് ലീഫ്. അപ്പോൾ ലീഫ് വിത്ത് സ്റ്റിപ്യൂൾ ഈസ് കാൾഡ് സ്റ്റിപ്പുലേറ്റ് ലീഫ് ആൻഡ് വിത്തൗട്ട് സ്റ്റിപ്യൂൾ ഈസ് കാൾഡ് എക്സ് സ്റ്റിപ്പുലേറ്റ് ലീഫ്. ഇതാണ് ലീഫ് ബേസിനെ കുറിച്ചുള്ള പോർഷൻസ്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പീറ്റിയോൾ ആണ്. അപ്പോൾ പീറ്റിയോൾ ഈസ് എ സെക്കൻഡ് പാർട്ട്. ലീഫ് ബേസ് കഴിഞ്ഞാൽ പിന്നെ ഈ പോർഷൻ, ഫ്ലാറ്റൻഡ് പോർഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്തെയാണ് പീറ്റിയോൾ എന്ന്. അപ്പോൾ പീറ്റിയോൾ ഈസ് എ സ്റ്റാക്ക് ഓഫ് ദി ലീഫ്. സ്റ്റാക്ക് ഓഫ് ദി ലീഫ് ഈസ് കാൾഡ് പീറ്റിയോൾ. അതുവഴി തന്നെയാണ് എന്ത് നടക്കുക, ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത് പീറ്റിയോളിലൂടെയാണ്. അപ്പോൾ സ്റ്റാക്ക് ഓഫ് ദി ലീഫ് ഈസ് കാൾഡ് പീറ്റിയോൾ. എ ലീഫ് വിത്ത് പീറ്റിയോൾ ഈസ് കാൾഡ് പീറ്റിയോളേറ്റ് ലീഫ്. എ ലീഫ് വിത്ത് പീറ്റിയോൾ ഈസ് കാൾഡ് പീറ്റിയോളേറ്റ് ലീഫ്. അപ്പോൾ ഇതൊരു പീറ്റിയോളേറ്റ് ലീഫാണ്. ഇത് ചില പ്ലാന്റ്സിലൊക്കെ ഇത് സ്റ്റെം ആണെങ്കിൽ സ്റ്റെമ്മിൽ നിന്നോട് ചേർന്ന് തന്നെ ഇവിടെ ലീഫ്സ് വരാറുണ്ട്. അപ്പോൾ അവിടെ പീറ്റിയോൾ ഈസ് ആബ്സെൻറ്റ്. എ ലീഫ് വിത്തൗട്ട് പീറ്റിയോൾ ഈസ് കാൾഡ് സെസൈൽ ലീഫ്. എ ലീഫ് വിത്ത് പീറ്റിയോൾ ഈസ് കാൾഡ് പീറ്റിയോളേറ്റ് ലീഫ് ആൻഡ് വിത്തൗട്ട് പീറ്റിയോൾ ഈസ് കാൾഡ് സെസൈൽ ലീഫ്. എ ലീഫ് ഈസ് ദി സ്റ്റാക്ക് ഓഫ് ദി ലീഫ്. ഓക്കെ, പീറ്റിയോൾ ഈസ് ദി സ്റ്റാക്ക് ഓഫ് ദി ലീഫ്. തേർഡ് പാർട്ട് ഈസ് കാൾഡ് ലാമിന. നമ്മൾ ലീഫ് എന്ന് പറയുന്ന ആ പോർഷൻ തന്നെയാണ് ലാമിന എന്നോ ലീഫ് ബ്ലേഡ് എന്നോ പറയാം. അപ്പോൾ ലാമിന ഓർ ലീഫ് ബ്ലേഡ് ഈസ് ദി ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ. ഓക്കെ, ലാമിന. ഇനി നോക്കാം, ആ ലാമിനയിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണുക, ക്ലോറോഫിൽസ് ഉണ്ടാകുക, ഫോട്ടോസിന്തസിസ് ചെയ്യുക, അതൊക്കെ കാണുന്ന ഇവിടെയാണ്. പിന്നെ ലീഫിൻ്റെ എപ്പിഡെർമിസിലായിട്ട് സ്റ്റൊമാറ്റ ഉണ്ടാകാം, ഗാഡ് സെൽസ്, ഇതെല്ലാം ഉണ്ടാകും. അതൊക്കെ അനാറ്റമിയിൽ പറയുന്ന പോർഷൻസാണ്. അപ്പോൾ ലാമിന ഈസ് ദി ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ. സിംപിളി നമ്മൾ ലീഫ് എന്ന് പറയുന്ന പോർഷൻ. ഇറ്റ്സ് ടിപ്പ് ഈസ് കാൾഡ് ലീഫ് അപ്പെക്സ്. ലീഫ് അപ്പെക്സ് ഓർ ടിപ്പ്. എഡ്ജസ് ആർ കാൾഡ് ലീഫ് മാർജിൻ. ഈ ലീഫ് മാർജിൻസും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ദിസ് മാർജിൻ ഈസ് കാൾഡ് എൻഡയർ മാർജിൻ. ദിസ് മാർജിൻ ഈസ് കാൾഡ് എൻഡയർ മാർജിൻ. അപ്പോൾ ഇൻ ഹിബിസ്കസിലോ റോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ മാർജിൻ ഇതുപോലല്ല. അതിങ്ങനെ ഇങ്ങനെയായിരിക്കും കാണുക. ദിസ് ഈസ് കാൾഡ് സെറേറ്റ് മാർജിൻ ഓർ ടൂത്ത്ഡ് മാർജിൻ. സെറേറ്റ് ഓർ ടൂത്ത്ഡ് മാർജിൻ എന്ന് പറയാം. അപ്പോൾ സൈഡ്സ് എഡ്ജസ് ആർ കാൾഡ് സെറേറ്റ് ഓർ മാർജിൻ. ഇറ്റ് ഈസ് സെറേറ്റ് ഓർ ടൂത്ത്ഡ് ആകാം, അല്ലെങ്കിൽ എൻഡയർ ആകാം. അപ്പോൾ ദിസ് ഈസ് ദി ലാമിന. ഇത് നോക്കുക, ഇത് സ്റ്റാക്ക് ഈസ് കാൾഡ് പീറ്റിയോൾ എന്ന് പറയും. ഈ പീറ്റിയോൾ ലാമിനയ്ക്കകത്തേക്ക് കിടക്കുമ്പോൾ ആ പോർഷന് പറയുന്ന പേര് മിഡ്രിബ് എന്നാണ്. മിഡ്രിബിലൂടെ ട്രാൻസ്പോർട്ട് സഹായിക്കുന്നുണ്ട്. ഒരു ലീഫിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത് മിഡ്രിബാണ്. മിഡ്രിബ് ആൻഡ് വെയിൻസ് ആണ്. അപ്പോൾ പീറ്റിയോൾ എൻറ്റേഴ്സ് ദ ലാമിന ആസ് മിഡ്രിബ്. മിഡ്രിബ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ മിനറൽസിനൊക്കെ സഹായിക്കുന്നതാണ്. ഈ മിഡ്രിബ് തന്നെ വീണ്ടും ബ്രാഞ്ച് ചെയ്ത് എന്തായിട്ട് മാറാം, അനേകം ചെറിയ വെയിൻസ് ആയിട്ടും വെയിൻലെറ്റ്സ് ആയിട്ടും മാറാറുണ്ട്. ഇതാണ് ഡൈക്കോട്ട് ലീഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ഒരു പേര് പറയാറുണ്ട്, വീനേഷൻ എന്ന് പറയും. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഈസ് കാൾഡ് വീനേഷൻ. ഓക്കെ, ഇവിടെ പറയുന്ന വീനേഷൻ എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. അപ്പോൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ് ഓൺലി. റെറ്റിക്കുലം മീൻസ് എ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ആർ സീൻ.
network or reticulum is seen, so it is called a reticulate venation. But in monocots കാണുക ഇങ്ങനെയാണ്, ഓരോ വെയിൻസും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ അതാണ് പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോണോകോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്, ഡൈക്കോട്ട്സിൽ കാണുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും, മോണോകോട്ടിൽ കാണുന്നത് പാരലൽ വീനേഷൻ ആയിരിക്കും. ലീഫ് ബേസ് മുതൽ ലീഫ് ടിപ്പ് വരെ കാണാം, അങ്ങനെയും വരാം. ഇല്ലെങ്കിൽ നമ്മുടെ മ്യൂസ വാഴയിലൊക്കെ കാണുന്ന പോലെ നടുവിൽ മിഡ്രിബ് കാണാം, മിഡ്രിബ് ടു മാർജിൻ, ഇങ്ങനെയും വെയിൻസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും മോണോകോട്ട് പ്ലാന്റ്സിലാണ്. അപ്പോൾ ലീഫ് ബേസ് ടു ടിപ്പാകാം ഓർ മിഡ്രിബ് ടു മാർജിൻ ആകാം. ഇത് രണ്ടും ഇത് തന്നെയാണ്, പാരലൽ വീനേഷനാണ്. അപ്പോൾ ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫ് ഈസ് കാൾഡ് ഡോർസിവെൻട്രൽ ലീഫ്. ഇറ്റ് ഹാസ് 3 പാർട്സ്, ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന. ഓക്കെ, ഇത്രയും ലീഫിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന. ലീഫ് വിത്ത് പൾവൈനസ് ഈസ് കാൾഡ് പൾവൈനേറ്റ് ലീഫ്. Leaf with a stipule is called stipulate, and without stipule is called exstipulate leaf. Leaf with a petiole is called petiolate leaf, and without petiole is called a sessile leaf. Sessile leaves are attached closely attached to the stem. Then venation. Venation is the arrangement of veins on the lamina. Dicot plants it is a reticulate venation, but in monocots it is parallel venation. നമുക്ക് അടുത്ത് ലീവ്സിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. Based on the arrangement of leaves or leaflets, leaves are of 2 types, simple leaf and compound leaf. Simple leaf എന്ന് പറഞ്ഞാൽ സ്റ്റെമൽ, ഹിബിസ്കസ്, മാംഗോ ട്രീ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ് ജാക്ക് ട്രീ ഇതിലെല്ലാത്തിലും സിംഗിൾ ലീവ്സ് ആയിട്ടാണ് വരിക. ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് അല്ലെങ്കിൽ ഒറ്റ ലാമിന വീതമാണ് വരിക. ദീസ് ലീവ്സ് ആർ കാൾഡ് സിമ്പിൾ ലീഫ്. അപ്പോൾ വാട്ട് ഈസ് സിമ്പിൾ ലീഫ്? ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന. ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന ഈസ് കാൾഡ് സിമ്പിൾ ലീഫ്. എന്നാൽ നമ്മുടെ കറി ലീഫ്, കറിവേപ്പില, നീം ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ലീവ്സ് ഒരുമിച്ച് കാണും. അല്ലാണെങ്കിൽ നടുവിലൊരു കോമൺ സ്റ്റോക്ക് കാണാം. ഈ സ്റ്റോക്കിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും ഇങ്ങനെ ലീവ്സ് അറേഞ്ച് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് കോമ്പൗണ്ട് ലീഫ്. കറിവേപ്പില, കാഷ്യ, കൊന്ന ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കൊന്ന മരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലീവ്സ് ഇതുപോലെ ആയിരിക്കും അറേഞ്ച് ചെയ്യുക. അപ്പോൾ അത്തരം ലീഫിനാണ് എന്താ പറയുക, കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുക. ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന ഈസ് കാൾഡ് സിമ്പിൾ ലീഫ്, ആൻഡ് ലീഫ് വിത്ത് മോർ ദാൻ 1 ലാമിന ഈസ് കാൾഡ് കോമ്പൗണ്ട് ലീഫ്. ഇത് എല്ലാം ചേർന്നതാണ് ഒരു സിംഗിൾ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓരോ കുഞ്ഞ് ലീഫുകളെയും പറയുന്ന പേര് ലീഫ് ലെറ്റ്സ് എന്നാണ്. ലീഫ് ലെറ്റ്സ് എന്നോ പിന്ന എന്നോ പറയാം. അപ്പോൾ ലീഫ്ലെറ്റ് ഓർ പിന്ന ഈസ് ദി സിംഗിൾ ലീവ്സ്. Each leaflet in a compound leaf is called pinna. These pinna are arranged on a common stalk. This common axis is called rachis. A common axis of compound leaf is called rachis. These are the 2 types of leaves, a simple leaf and a compound leaf. Then compound leaves can be divided into 2, pinnately compound and palmately compound leaf. What is pinnately compound? This is pinnately compound leaf. ഇവിടെ ലീഫ്ലെറ്റ്സ് ഓർ പിന്ന അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. റാച്ചസിൻ്റെ ബേസ് മുതൽ ടിപ്പ് വരെ 2 സൈഡ്സിലായിട്ട്. അപ്പോൾ ലീഫ്ലെറ്റ്സ് ഓർ പിന്ന ആർ അറേഞ്ച്ഡ് അലോങ് ദി 2 സൈഡ്സ് ഓഫ് ദ റാച്ചസ് ഫ്രം ബേസ് ടു ദ ടിപ്പ്. ലീഫ് ബേസ് മുതൽ ലീഫ് ടിപ്പ് വരെ 2 സൈഡ്സിലായിട്ടാണ് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഓക്കെ, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പാരി പിന്നേറ്റ് ആൻഡ് ഇംപാരി പിന്നേറ്റ് ലീഫ്. ഇവിടെ നോക്കുക, ലീഫ്ലെറ്റ്സ് എല്ലാം പെയറായിട്ട് അവസാനിക്കുന്നു. പെയറായിട്ട് അവസാനിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പാരി പിന്നേറ്റ് ലീഫ്. ഇവിടെ നെല്ലിയുടെയൊക്കെ ഇല ഇങ്ങനെയാണ് കാണുക, എന്താണ്, പാരി പിന്നേറ്റ് ആയിരിക്കും, പെയറായിട്ടായിരിക്കും അവസാനിക്കുക. എന്നാൽ വേപ്പിൻ്റെ ഇല, നീമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കറിവേപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിലെത്തുമ്പോൾ ഒരു സിംഗിൾ ലീഫ് കൂടെ കാണും. അപ്പോൾ അവിടെ പെയറായിട്ടല്ല അവസാനിക്കുന്നത്, ഇറ്റ് ഈസ് കാൾഡ് ഇംപാരി പിന്നേറ്റ് ലീഫ്. അപ്പോൾ പെയേഴ്സായിട്ട് അവസാനിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പാരി പിന്നേറ്റ് ലീഫ്. എന്നാൽ ഒരു ഒറ്റ സംഖ്യയിൽ ഓഡ് നമ്പറിൽ അവസാനിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഇംപാരി പിന്നേറ്റ് ലീഫ്. അപ്പോൾ ഇതെല്ലാം രണ്ടും പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. അപ്പോൾ വാട്ട് ഈസ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് വെച്ചാൽ പറയാം, ലീഫ്ലെറ്റ്സ് ഓർ പിന്ന ആർ അറേഞ്ച്ഡ് അലോങ് ദ 2 സൈഡ്സ് ഓഫ് ദ റാച്ചസ് ഫ്രം ബേസ് ടു ദ ടിപ്പ്. ഓക്കെ, അത് തന്നെ പെയറായിട്ട് അവസാനിച്ചാൽ പാരി പിന്നേറ്റ്. എന്നാൽ ഒരു സിംഗിൾ ലീഫ് ടിപ്പിൽ വരികയാണെങ്കിൽ അത് ഇംപാരി പിന്നേറ്റ്, ഓഡ് നമ്പർ ആയിരിക്കും അതിൻ്റെ നമ്പർ. നെക്സ്റ്റ് വൺ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ നമ്മുടെ ബൊംബാക്സ് ഒക്കെ നോക്കുക. ബൊംബാക്സ് ഓർ കോട്ടൺ പ്ലാന്റ്. കോട്ടൺ പ്ലാന്റ് ഒക്കെ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്
പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫാണ്. പാം മീൻസ് നമ്മുടെ കൈപ്പത്തിയിൽ നമ്മുടെ ഫിംഗേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ. അപ്പോൾ പിന്ന ആർ അറേഞ്ച്ഡ് ലൈക്ക് ഫിംഗേഴ്സ് ഓൺ എ പാം. ഇറ്റ് ഈസ് കാൾഡ് പിന്നല്ലി കോമ്പൗണ്ട്, പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ്. ഇവിടെ ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് സൈഡ്സിലായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തതെങ്കിൽ, പിന്നല്ലി കോമ്പൗണ്ടിൽ അറേഞ്ച് ചെയ്തതെങ്കിൽ ഇവിടെ വരുന്നത് എന്താണ്, ഇതിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുക. ലീവ്സ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുക. ദിസ് ഈസ് റാച്ചസിൻ്റെ ടിപ്പിൽ അറേഞ്ച് ചെയ്യുന്നു ലൈക്ക് ഫിംഗേഴ്സ് ഓൺ എ പാം. ഇറ്റ് ഈസ് കാൾഡ് പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ്. അപ്പോൾ ഇത്രയുമാണ് ലീഫിൽ വരുന്ന ആ ഫോക്കസ് പോയിന്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോക്കസ് ഏരിയയിൽ അടുത്ത് വരുന്നത് ഇൻഫ്ലോറസൻസ് ആണ്. റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലവേഴ്സ് രണ്ട് തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം. സിംഗിൾ ഫ്ലവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, ക്ലസ്റ്റർ ഫ്ലവേഴ്സായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാം. സ്റ്റെമ്മിൽ നിന്നൊരു സിംഗിൾ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സോളിറ്ററി ഫ്ലവർ. അപ്പോൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ്ഡ് സിംഗ്ലി ആർ കാൾഡ് സോളിറ്ററി ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ്ഡ് സിംഗ്ലി. എന്നാൽ അതിനൊപ്പം തന്നെ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സായിട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് കാൾഡ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ്? അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് ഈസ് കാൾഡ് ഇൻഫ്ലോറസൻസ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് ഈസ് കാൾഡ് ഇൻഫ്ലോറസൻസ്. ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും. ഒരു കോമൺ സ്റ്റാക്കിൽ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മുടെ കാഷ്യ, ഫിസ്റ്റുല, കണിക്കൊന്ന ഇതിലുള്ള തുടങ്ങിയ പ്ലാന്റ്സിലെല്ലാം എന്താണ്, ഇൻഫ്ലോറസൻസ് ആണ്. അല്ലെങ്കിൽ തേക്കിൻ്റെയൊക്കെ പൂക്കൾ നോക്കിയാൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ടാണ് വരിക. അപ്പോൾ ദേ ആർ കാൾഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ്? അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് ഈസ് കാൾഡ് ഇൻഫ്ലോറസൻസ്. അവിടെ ഒരു കോമൺ സ്റ്റാക്ക് കാണാം. ആ കോമൺ സ്റ്റാക്കിനെയാണ് എന്ത് പറയുക, പെഡങ്കിൾ എന്ന് പറയുക. പെഡങ്കിളിലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുക. ദെൻ വാട്ട് ഈസ് പെഡങ്കിൾ? പെഡങ്കിൾ ഈസ് ദി കോമൺ സ്റ്റാക്ക്. വാട്ട് ഈസ് റാച്ചസ്? അല്പം മുമ്പ് പറഞ്ഞു, റാച്ചസ് ഈസ് ദി common stock of compound leaf. Common stock of compound leaf is called rachis. Common stock of inflorescence is called peduncle. ഈ ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. ആ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇൻഫ്ലോറസൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദറ്റ് ഈസ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി പെഡങ്കിൾ, ഇൻഫ്ലോറസൻസസ് ആർ ഓഫ് ടു ടൈപ്സ്. They are racemose inflorescence and cymose inflorescence. എന്താണ് റെസിമോസ് ഇൻഫ്ലോറസൻസ് നോക്കുക? ഇത് പെഡങ്കിളാണ്. കോമൺ സ്റ്റാക്ക് ഇസ് കാൾഡ് പെഡങ്കിൾ. പെഡങ്കിളിൽ നിന്ന് ഇവിടെ ഫ്ലവേഴ്സ് വരിക. ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് along the two sides of the peduncle. പെഡങ്കിളിൻ്റെ രണ്ട് സൈഡ്സിലായിട്ടാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെഡങ്കിളിൻ്റെ ടിപ്പിൽ ഫ്ലവർ ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. പെഡങ്കിൾ ഡസ് നോട്ട് എൻഡ് വിത്ത് എ ഫ്ലവർ. പെഡങ്കിൾ ഡസ് നോട്ട് എൻഡ് വിത്ത് എ ഫ്ലവർ ഈസ് കാൾഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ നോക്കുക, ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് അലോങ് ദി ടു സൈഡ്സ് അല്ല, അലോങ് ദി സൈഡ്സ് ഓഫ് ദി പെഡങ്കിൾ. ഇറ്റ് ഈസ് കാൾഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. പെഡങ്കിളിൻ്റെ ടിപ്പ് ഒരു ഫ്ലവറിൽ അവസാനിക്കുന്നില്ല. അതിൽ തന്നെ ഈ റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒരു പ്രത്യേകതയുണ്ട്. നോക്കുക, ഇവിടെ മുകളിലേക്ക് പോകുന്തോറും വലിപ്പം കുറഞ്ഞ് കാണണം. അപ്പോൾ ഈ വലിപ്പം കൂടിയത് ഓൾഡ് ഫ്ലവേഴ്സാണ്. ഇതിനേക്കാൾ യങ് ഫ്ലവേഴ്സാണ് മുകളിലേക്ക് കാണുക. അപ്പോൾ ഓൾഡ് ഫ്ലവേഴ്സ് ആർ സീൻ ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പെഡങ്കിൾ. ഓൾഡ് ഫ്ലവേഴ്സ് ടുവേർഡ്സ് ദി ബേസ് ഓഫ് ദി പെഡങ്കിൾ ആൻഡ് യങ് ഫ്ലവേഴ്സ് ടുവേർഡ്സ് ദ ടിപ്പ് ഓഫ് ദി പെഡങ്കിൾ. ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് കാൾഡ് അക്രോപീറ്റൽ സക്സഷൻ. What is acropetal succession? Old flowers are arranged towards the base of the peduncle and young flowers towards the tip. It is called acropetal succession. ഈ അക്രോപീറ്റൽ സക്സഷൻ കാണുന്നത് എവിടെയാണ്? റെസിമോസ് ഇൻഫ്ലോറസൻസിലാണ്. അപ്പോൾ ആ ഫ്ലവർ അറേഞ്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാം റെസിമോസ് ഓർ സൈമോസ് ആണെന്ന്. അപ്പോൾ വാട്ട് ഈസ് റെസിമോസ്? The peduncle does not ends with a flower. Flowers are arranged along the sides of the peduncle. Okay. അവിടെ റെസിമോസിലുള്ള അറേഞ്ച്മെൻറ്റാണ് എന്ത് പറയുക? അക്രോപീറ്റൽ സക്സഷൻ എന്ന് പറയുക. ഓൾഡ് ഫ്ലവർ പെഡങ്കിളിൻ്റെ ബേസൽ പാർട്ടിലേക്കും യങ് ഫ്ലവേഴ്സ് ടുവേർഡ്സ് ടിപ്പിലേക്കും കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അക്രോപീറ്റൽ സക്സഷൻ. ദെൻ ബേസിപീറ്റൽ സക്സഷൻ ഉള്ളത് എവിടെയാണ് നോക്കുക? സൈമോസ് ഇൻഫ്ലോറസൻസിലാണ്. സൈമോസ് ഇൻഫ്ലോറസൻസ് നോക്കുക, ഇത് പെഡങ്കിളാണ്. പെഡങ്കിളിൻ്റെ ടിപ്പിൽ അവിടെ ഒരു ഫ്ലവർ ഉണ്ട്, പിന്നെ അതിൻ്റെ സൈഡ്സിലും ഫ്ലവർ ഉണ്ട്.
പെഡങ്കിൾ എൻഡ്സ് വിത്ത് എ ഫ്ലവർ ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. പെഡങ്കിൾ എൻഡ്സ് വിത്ത് എ ഫ്ലവർ. ഇവിടെ പെഡങ്കിളിൻ്റെ ടിപ്പിൽ ഫ്ലവർ ഉണ്ട്, പക്ഷേ പെഡങ്കിളിൻ്റെ ടിപ്പിലല്ല, എൻ്റെ സൈഡ്സിലാണ് ഫ്ലവേഴ്സ് ഉള്ളത്, റെസിമോസിൽ. പെഡങ്കിൾ ഡസ് നോട്ട് എൻഡ്സ് വിത്ത് എ ഫ്ലവർ ഈസ് കാൾഡ് റെസിമോസ്. ബട്ട് ഹിയർ പെഡങ്കിൾ എൻഡ്സ് വിത്ത് എ ഫ്ലവർ. പെഡങ്കിൾ എന്താണ് ഫ്ലവറിൽ അവസാനിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. അവിടെ അറേഞ്ച്മെൻറ്റ് പ്രത്യേകം നോക്കുക. ഓൾഡ് ഫ്ലവർ അറ്റ് ദ ടിപ്പ് ഓഫ് ദി പെഡങ്കിൾ, ഓൾഡ് ഫ്ലവർ അറ്റ് ദ ടിപ്പ് ഓഫ് ദി പെഡങ്കിൾ ആൻഡ് യങ് ഫ്ലവർ ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദി പെഡങ്കിൾ. ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് കാൾഡ് ബേസിപീറ്റൽ സക്സഷൻ. ഓർക്ക് സൈമോസ് ഇൻഫ്ലോറസൻസിൽ ബേസിപീറ്റൽ സക്സഷനും റെസിമോസ് ഇൻഫ്ലോറസൻസിൽ അക്രോപീറ്റൽ സക്സഷനും ആയിരിക്കും. Old flower at the tip of the peduncle and young flowers towards the base of the peduncle is called basipetal succession. It is seen in cymos. Okay, then ഇവിടെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റോക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ട് തരത്തിൽ കാണാൻ നോക്കുക. ഇവിടെ ഈ പിക്ചറിൽ നോക്കുക. ഇവിടെ ആണെങ്കിൽ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ പെഡങ്കിളിനോട് ചേർന്നിട്ടാണ്. റെസിമോസ് തന്നെയാണ്, പക്ഷെ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ അമരാന്തസൊക്കെ നോക്കിയാൽ, ചീരയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫ്ലവേഴ്സ് എല്ലാം അതിൻ്റെ സ്റ്റാക്കിനോട് ചേർന്ന് കാണാം. അപ്പോൾ പെഡങ്കിളിൽ നിന്ന് അല്പം അകലെയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാക്ക് ഉണ്ട്, സ്റ്റാക്ക് ഓഫ് ദി ഫ്ലവർ. ദിസ് സ്റ്റോക്ക് ഈസ് കാൾഡ് പെഡിസൽ. Okay, what is pedicel? Stalk of the flower is called pedicel. Stalk of the leaf is called petiole എന്ന് പറയും. Stalk of the leaf is called petiole. Stalk of the flower is called pedicel. ഇവിടെ ആ പെഡിസൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പെഡിസൽ ഉള്ള ലീവ്സിനെ പെഡിസലേറ്റ് ലീഫ് എന്ന് പറയും. അപ്പോൾ ലീഫ് വിത്ത് പെഡിസൽ ഈസ് കാൾഡ് പെഡിസലേറ്റ് ലീഫ്. പെഡിസലേറ്റ് ഫ്ലവർ. നമ്മൾ പീറ്റിയോളേറ്റ് ലീഫിൽ പറഞ്ഞതുപോലെ ഇവിടെ ഫ്ലവേഴ്സിൽ വരുന്നതാണ് പെഡിസലേറ്റ് ഫ്ലവർ. അപ്പോൾ പെഡിസൽ ആബ്സെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സെസൈൽ ഫ്ലവർ. അപ്പോൾ ഫ്ലവർ വിത്ത് പെഡിസൽ ഈസ് കാൾഡ് പെഡിസലേറ്റ് ഫ്ലവർ ആൻഡ് വിത്തൗട്ട് പെഡിസൽ ഈസ് കാൾഡ് സെസൈൽ ഫ്ലവർ. സ്റ്റാക്ക് ഓഫ് ദി ഫ്ലവർ ഈസ് കാൾഡ് പെഡിസൽ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ പെഡിസൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ഈ പെഡിസലിന് താഴെ മറ്റൊരു സ്ട്രക്ചർ കൂടെ കാണാറുണ്ട്. എല്ലാ പ്ലാന്റ്സിലും ചില ഫ്ലവേഴ്സിലൊക്കെ കാണാം. ഇങ്ങനെ ഹെയർ ലൈക്ക് സ്ട്രക്ചർ അവിടെ കാണാം. ദിസ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദി ബേസ് ഓഫ് ദി ഫ്ലവർ ഈസ് കാൾഡ് ബ്രാക്ട്. ആ ബേസൽ പാർട്ടിൽ കാണുന്ന ആ പാർട്ട് ഇവിടെയാണെങ്കിൽ ബ്രാക്ട് ഞാൻ വരച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ബ്രാക്ട് എവിടെ കാണുന്നു? ഫ്ലവറിൻ്റെ ബേസൽ പാർട്ടിൽ കാണുന്ന ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ് ബ്രാക്ട് എന്ന് പറയുന്നത്. ബ്രാക്ട് ഉള്ള ഫ്ലവറിനെ പറയുന്ന പേര് ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്നാണ്. അപ്പോൾ ഫ്ലവർ വിത്ത് ബ്രാക്ട് ഈസ് കാൾഡ് ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ ആൻഡ് വിത്തൗട്ട് ബ്രാക്ട് ഈസ് കാൾഡ് ഇബ്രാക്റ്റിയേറ്റ് ഫ്ലവർ. എ ഫ്ലവർ വിത്ത് ബ്രാക്ട് ഈസ് കാൾഡ് ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ ആൻഡ് വിത്തൗട്ട് ബ്രാക്ട് ഈസ് കാൾഡ് ഇബ്രാക്റ്റിയേറ്റ് ഫ്ലവർ. അപ്പോൾ ദീസ് ആർ ദി inflorescences. Inflorescence is the arrangement of flowers on the floral axis. ഒരു കോമൺ ഫ്ലോറൽ ആക്സിസിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഒരുമിച്ച് അറേഞ്ച് ചെയ്യുക. എ ക്ലസ്റ്റർ, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഓൺ എ കോമൺ സ്റ്റാക്ക്. കോമൺ ആക്സിസ് ഇസ് കാൾഡ് പെഡങ്കിൾ. ഓക്കെ, പെഡങ്കിളിൽ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചാണ് രണ്ടായി പറയുന്നത്, റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫ്ലവർ. നമുക്കറിയാം പ്ലാന്റ്സിലെ ഓർഗൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: വെജിറ്റേറ്റീവ് ഓർഗൻസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ലീഫ്, റൂട്ട് ആൻഡ് സ്റ്റെംസ് ആർ ദി വെജിറ്റേറ്റീവ് ഓർഗൻസ്. ദെൻ ഫ്ലവർ ഈസ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ ഫ്ലവർ ഈസ് ദി റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫ്ലവേഴ്സിലാണ് എന്ത് നടക്കുക? പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ, സീഡ് ഫോർമേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ ഫ്ലവർ ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഫ്ലവർ ഈസ് ദി റീപ്രൊഡക്റ്റീവ് പാർട്ട്. നമുക്ക് ഫ്ലവറിലുള്ള ഓരോ പാർട്സിനെയും കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ഫ്ലോറൽ വേൾഡ്സ്. അപ്പോൾ ഫ്ലോറൽ വേൾഡ്സ് ആർ ദി പാർട്സ് ഓഫ് എ ഫ്ലവർ. പാർട്സ് ഓഫ് എ ഫ്ലവർ ആർ കാൾഡ് ഫ്ലോറൽ വേൾഡ്സ്. ഫ്ലോറൽ വേൾഡ്സ് ആർ ഓഫ് 4 ടൈപ്സ്. ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പോൾ ഫ്ലോറൽ വേൾഡ്സ് ആർ ഓഫ് 4 ടൈപ്സ്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഓക്കെ, ഇതിൽ തന്നെ കാലിക്സ് ആൻഡ് കൊറോള ആർ കാൾഡ് നോൺ എസെൻഷ്യൽ വേൾഡ്സ് because they are not necessary for reproduction. Okay, calyx and corolla are the non-essential words because they are not essential for reproduction, sexual reproduction. But androecium and gynoecium are the essential words because androecium is the male reproductive part and gynoecium is the female reproductive part. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ ദേ ആർ കാൾഡ് എസെൻഷ്യൽ വേൾഡ്സ്. ഇനി ഈ 4 ഫ്ലോറൽ വേൾഡ്സും എപ്പോഴും ഒരു ഫ്ലവറിൽ കാണുമെന്നില്ല. എ ഫ്ലവർ വിത്ത് ആൾ ദി 4 ഫ്ലോറൽ വേൾഡ്സ് ഈസ് കാൾഡ് കംപ്ലീറ്റ് ഫ്ലവർ. ഒരു ഫ്ലവറിൽ 4 ഫ്ലോറൽ വേൾഡ്സും ഉണ്ടെങ്കിൽ അതിനെന്ത് പറയാം? കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയാം.
ചിലപ്പോൾ എയ്തർ 1 or 2 ഒക്കെ ആബ്സെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് എന്തൊക്കെയായിരിക്കും? കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ കാലിക്സ്, കൊറോള ആൻഡ് ഗൈനീഷ്യം. ഇനി കാലിക്സോ കൊറോളയൊക്കെ ആബ്സെൻറ്റും ആകാം. അപ്പോൾ ഇങ്ങനെ 4 ഫ്ലോറൽ വേൾഡ്സ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. 1 or 2 വേൾഡ്സ് മേ ബി ആബ്സെൻറ്റ്. അപ്പോൾ അങ്ങനെ ആബ്സെൻ്റ് ആണെങ്കിൽ 4 ഫ്ലോറൽ വേൾഡ്സും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. all the 4 floral whorls ഉണ്ടെങ്കിൽ it is called complete flower. അപ്പോൾ complete flower and incomplete flower. അപ്പോൾ which are the floral whorls? Calyx, corolla, androecium and gynoecium are the floral whorls. Calyx and corolla are called non-essential whorls and androecium and gynoecium are called essential whorls. ഇത് നോക്കുക, ഈ 4 ഫ്ലോറൽ വേൾഡ്സും കാണുന്നത് ഒരു കോമൺ സോഫ്റ്റ് ടിഷ്യൂലാണ്. ദാറ്റ് സോഫ്റ്റ് ടിഷ്യൂ ഈസ് കാൾഡ് തലാമസ് ഓർ റിസപ്റ്റക്കിൾ. അപ്പോൾ ഈ തലാമസിൽ നിന്നാണ് ഈ പറഞ്ഞ 4 ഫ്ലോറൽ വേൾഡ്സും കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം ഗൈനീഷ്യം എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക. ആ സോഫ്റ്റ് ടിഷ്യൂവിനാണ് തലാമസ് എന്ന് പറയുക. ഇവിടെ പൂക്കളിലൊക്കെ ഇതളുകൾ സെപ്പൽസ് ഒക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ താഴെ ഒരു സോഫ്റ്റ് പാർട്ട് കാണും. ദാറ്റ് സോഫ്റ്റ് പാർട്ട് ഈസ് കാൾഡ് ഹെഡ് ഓഫ് ദ ഫ്ലവർ ഈസ് കാൾഡ് തലാമസ് ഓർ റിസപ്റ്റക്കിൾ. ഓക്കെ, ഇതിൽ ഓരോരോ പാർട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഈ ഫ്ലവേഴ്സിൻ്റെ അപ്പോൾ ഫ്ലോറൽ വേൾഡ്സ് എത്രയുമാണ്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.